നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LDC പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 100 സയൻസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. SCERT ബേസ്ഡ് ആയിട്ടും അല്ലാതെ അഡീഷണൽ ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു എന്നുള്ളതും തെറ്റാണ്. ഈ രണ്ട് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ: പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ. SCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ചോദ്യവും വന്നിരിക്കുന്നത്. അപ്പോൾ പിത്തരസത്തിൽ എൻസൈം ഉണ്ടോ? ഇല്ല. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. അപ്പൊ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകൾ ഇല്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിക്കപ്പെടുന്നത് എവിടെയാ? പിത്താശയത്തിലാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുന്നത് പിത്തരസമാണ്, അതായത് ബൈലാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനത്തെ സഹായിക്കുന്നത് പിത്തരസമാണ്. പിത്തരസത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡുകൾ, പിത്തലവണങ്ങൾ എന്നിവയാണ് പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കാം. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. അടുത്ത ചോദ്യം, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? സിറോഫ്താൽമിയ. SCERTയിലുള്ള ഫാക്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. അപ്പൊ സിറോഫ്താൽമിയ എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. ഏത് വൈറ്റമിന്റെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്നു? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ്, OA മുതലായ ക്ലാസുകൾ നടന്നു വരികയാണ്. LDC എക്സാം തുടങ്ങാനിരിക്കെ ഒരു റിവിഷൻ എന്നോണം ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് SCERT പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഫുൾ പാക്കേജ് ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും ഡീപ്പായിട്ട് ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റും ഉണ്ട്. കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, IT തുടങ്ങി സിലബസിലുള്ള LDC സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 999 രൂപയാണ് ഫീസ്. അത് LDC എക്സാമിന് വേണ്ടി മാത്രമല്ല, ഡിസംബർ 31 വരെ ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന എക്സാംസിനെല്ലാം തന്നെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഡിഗ്രി ലെവൽ ആയാലും LGS ആയാലും LDC ആയാലും സെക്രട്ടേറിയറ്റ്, OA ആയാലും ഇനി വരുന്ന എല്ലാ എക്സാംസിനും ഈ ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഫീസിന് ഇപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. 999 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആപ്പ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആപ്പ് വഴി ചോദിക്കാനുള്ള ഓപ്ഷൻ, ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊന്നും നല്ലൊരു അവസരം ഇല്ല. എല്ലാം കൂടി ചേർന്നൊരു പാക്കേജാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. 999 രൂപ മാത്രമേ ഉള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ തിമിരം എന്നത് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് തിമിരം. തിമിരം പരിഹരിക്കുന്നതിനുള്ള മാർഗം എന്താണ്? ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് മാർഗം. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് തിമിരം പരിഹരിക്കുന്നതിനുള്ള മാർഗം. ഓപ്ഷൻ ബി ഗ്ലോക്കോമ കണ്ണിനുള്ളിൽ മർദ്ദം കൂടി റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ. അപ്പം കണ്ണിലെ പ്രഷർ കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ്.
നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഗ്ലോക്കോമ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഗ്ലോക്കോമ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? ലേസർ ശസ്ത്രക്രിയയാണ് ഗ്ലോക്കോമ പരിഹരിക്കുന്നതിനുള്ള മാർഗം. ആദ്യത്തെ ഓപ്ഷൻ നിശാന്തതയാണ്. നിശാന്തതയെ പറ്റി PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. സിറോഫ്താൽമിയ ആണെങ്കിൽ ജീവകം എയുടെ തുടർച്ചയായ അഭാവം മൂലം എന്ന് ചോദിക്കും. സിംപ്ലി ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിശാന്തതയാണ്. നിശാന്തത. അപ്പൊ വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം മെയിൻ ആയിട്ടും നിശാന്തതയാണ്. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗം എന്താ? വായ്പുണ്ണ്. വായ്പുണ്ണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം എന്താണ്? സ്കർവിയാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം എന്താണ്? കണാരോഗമാണ്. ഇനി ഇരുമ്പിന്റെ അപര്യാപ്തത രോഗം എന്താണ്? അനീമിയ. അയഡിന്റെ അപര്യാപ്തത രോഗം എന്താണ്? ഗോയിറ്റർ. ഗോയിറ്റർ. അപ്പൊ ജീവകം ഡി കണയുടെ ഇംഗ്ലീഷ് ഒന്ന് ഓർത്തിരിക്കുക. റിക്കറ്റ്സ്. റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്നും തരാറുണ്ട്, കണ എന്നും തരാറുണ്ട്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. വന്ധ്യത. ജീവകം കെ ഹീമോഫീലിയ. ജീവകം കെ ഹീമോഫീലിയ. അപ്പൊ ഈ ജീവകം എ കണ്ണ്, മുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. ജീവകം എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. റോഡോപ്സിന്റെ അളവ് കുറയുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അരണ്ട വെളിച്ചത്തിൽ കണ്ണിന്റെ കാഴ്ച കുറയുന്ന അവസ്ഥ കണ്ണിന്റെ വരൾച്ച അഥവാ സിറോഫ്താൽമിയ എന്ന രോഗാവസ്ഥയിലേക്ക് മാറിയേക്കാം. അപ്പൊ കാഴ്ചാവർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ രൂപം കൊള്ളുന്നത് ഏത് വൈറ്റമിനിൽ നിന്നാണ്? കാഴ്ചയുമായി ബന്ധപ്പെട്ടത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ. കാഴ്ചാവർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ രൂപം കൊള്ളുന്നത് ഏത് വൈറ്റമിനിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എയിൽ നിന്നാണ്. ഈ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. പാലുൽപ്പന്നങ്ങളിൽ ചീര, പയറില, ചേമ്പില, അതായത് ഇലവർഗ്ഗങ്ങൾ, ചീര, പയറില, ചേമ്പില, മുരിങ്ങയില, കരൾ മുതലായവയിലൊക്കെ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്ന്? നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? നവംബർ 14. നവംബർ 14. ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ക്ഷയരോഗ ദിനം എന്ന? മാർച്ച് 24. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ഷയരോഗ ദിനം മാർച്ച് 24. ആരോഗ്യ ദിനം, ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. ഏപ്രിൽ 7. മലേറിയ ദിനം എന്ന? ഏപ്രിൽ 25 മലേറിയ ദിനം. ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? ജൂലൈ മാസം 28. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? ജൂലൈ മാസം 28. അൾഷിമേഴ്സ് ദിനം എന്ന? സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനം. ഹൃദയ ദിനം എന്ന? സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29 ഹൃദയ ദിനം. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏതൊക്കെ? ഗ്രന്ഥികളും അവ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ശരിയായ രീതിയിൽ യോജിപ്പിച്ചവ കണ്ടെത്തുക. പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ആഗ്നേയ ഗ്രന്ഥി എന്നാൽ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ തൈറോയിഡ് ഗ്രന്ഥി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാ? തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോക്സിനും കാൽസിട്ടോണിനുമാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ. ഇനി ഇവിടെ തൈമോസിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്
തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി. ഇപ്പൊ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആണെന്ന് പറഞ്ഞു. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? ഇൻസുലിൻ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? ഗ്ലൂക്കഗോൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻസുലിൻ ആണ്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ. ഇനി നാലാമത്തത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥിക്ക് ഉൾഭാഗവും ഉണ്ട് പുറം ഭാഗവും ഉണ്ട്. അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം മെഡുല്ല എന്ന പേരിൽ അറിയപ്പെടുന്നു. പുറം ഭാഗം കോർട്ടെക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഡ്രീനൽ ഗ്രന്ഥിയിലെ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. നോർ അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് നോർ എപ്പിനെഫ്രിൻ. ഇനി കോർട്ടെക്സ്, അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇവിടെ തന്നിരിക്കുന്ന കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ എന്നിവ. ഓക്കെ. ഇനി തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തൈറോക്സിനും കാൽസിട്ടോണിനുമാണെന്ന് പറഞ്ഞു. തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഹൈപ്പോ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഹൈപ്പർ തൈറോയിഡിസം. ഓപ്ഷൻ എ പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് മെലാട്ടോണിൻ. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ സമയത്ത് ഉൽപാദനം കുറവുമായ ഹോർമോണാണ് ഏത്? മെലാട്ടോണിൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെലാട്ടോണിൻ ആണ്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? എലിപ്പനിക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ എന്നതാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയുടെ പേര്. ശക്തമായ പനി, തലവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം ഒക്കെ എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങളാണ്. അടുത്ത ചോദ്യം, കാർസാപ്പ് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നതാണ് കാർസാപ്പിന്റെ ഫുൾ ഫോം. എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? 2018 ഒക്ടോബർ മാസമാണ്. 2018 ഒക്ടോബർ. കേരളമാണ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. കാർസാപ്പ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കേരളമാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ, അപ്പൊ ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് കേരളമാണ്. 2018 ഒക്ടോബറിനാണ് ഈ ഒരു പദ്ധതി നാടിന് സമർപ്പിച്ചത്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയാണ് ഏത്? കാർസാപ്പ്. അതാണ് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ, റെസിസ്റ്റൻസ്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതായത് സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയാണ് ഏത്? കാർസാപ്പ് എന്നത്. കാർസാപ്പ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 100-ലധികം ചോദ്യങ്ങൾ ഓരോ ഇതിൽ നിന്നുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.